പുതിയ ചെറുപ്പക്കാരെ ഒന്നിനും പറ്റും. എന്തുകൊണ്ട്? ഇന്നത്തെ പുതിയ തലമുറ എൻ്റെ മക്കളെ അടക്കം ആരൊക്കെ പറ്റില്ല. എന്താ കാരണം? കാരണം പറയും, ഞങ്ങൾ ഉസ്താദാണല്ലാണ്, എൻ്റെ കുട്ടികളടക്കം ഒന്നിനും പറ്റും. എന്താ കാരണം? ആക്ഷേപങ്ങൾ, ചീത്ത പറയലുകൾ, അടി കുട്ടികൾക്ക് കിട്ടുന്നില്ല. കുട്ടികൾ അടിക്കണമെന്നില്ല പറഞ്ഞു, ചിലപ്പോൾ ആക്ഷേപിക്കണം, രണ്ട് വർത്താനം പറയണം. അതിന്ന് കുട്ടികളോട് പറയാൻ പറ്റില്ല. പറഞ്ഞാൽ ഒരു നാടിട്ടോ അല്ലെങ്കിൽ തൂങ്ങിയിരിക്കും. ഞമ്മക്ക് എന്തും നടക്കും. എനിക്ക് ഈ ലോകത്ത് നടക്കാത്തൊരു കാര്യമില്ല. ഈ ലോകം മുഴുവൻ എന്നെ ചീത്ത പറയുകയാണെങ്കിലും ഞാൻ തിരിച്ച് നടക്കണം. നിങ്ങൾ കണ്ടില്ലേ? എന്താ കാരണം? അതിൻ്റെ വാപ്പ വേണ്ടിനും വേണ്ടാത്തിനും ചീത്ത പറയും. എന്നിട്ട് വാപ്പ ഒറ്റക്ക് കരിയും, ഒറ്റക്ക് പൊട്ടി പൊട്ടി കരിയും. ഞാൻ 2 മാസമൊക്കെ എവിടേക്കും പോവുകയാണെങ്കിൽ വാപ്പ കാര്യം, യാത്രയാക്കുമ്പോൾ കാര്യം. എന്നാൽ ഈ മനുഷ്യനെ പറ്റി നമ്മൾ കാണുകയാണെങ്കിൽ എൻ്റെ ജീവിതം ആ മനുഷ്യനെ പോലത്തെ ഒരു എന്നെ ദ്രോഹിച്ചൊരു മനുഷ്യനുണ്ടാവില്ല. അങ്ങനെയാണ് എന്തൊരു കാര്യം. വാപ്പ വിചാരിച്ച മാതിരിയാവില്ല, അതാക്കാൻ നമുക്ക് കഴിയില്ല. എന്താണ് വാപ്പ വിചാരിച്ചത് നമുക്ക് മനസ്സിലാവില്ല. അതിങ്ങോട്ട് ആയി വരുമ്പോ കഷ്ടപ്പാടാ. പക്ഷെ അതുകൊണ്ട് എന്തായി, ഈ ലോകം മുഴുവൻ ആക്ഷേപിച്ചാൽ എനിക്ക് ഒന്നും വരില്ല. ഞാൻ ചിരിച്ചെടുക്കും, ഒരു പ്രശ്നം എനിക്കില്ല. നാട്ടാകെ എന്നെ കുറ്റം പറയുന്ന സമയങ്ങൾ ഉണ്ടാകാറുണ്ട് ഇടക്കിടക്ക്. ഞാൻ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കൂല. എന്തുകൊണ്ട്? അതിൻ്റെ വാപ്പണേന് കാരണം പുതിയ കുട്ടികളെ പറ്റൂല. എന്തുകൊണ്ട്? അവർക്ക് നമ്മൾ പിറ്റേന്ന് അന്ന് ആ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചിരിച്ചുകൊണ്ട് പ്രസംഗിക്കും. നമ്മളെ തോൽപ്പിക്കാൻ ഈ ഭൂലോകം തരാൻ കഴിയില്ല റബ്ബിന്റെ സഹായത്താൽ. എന്താ കാരണം? കാരണം ബാപ്പയാണ്. അതേ മനുഷ്യൻ ഞാൻ 2 മാസം ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട് എന്ന് പറഞ്ഞ് യാത്ര ഒന്ന് ദ്വാരക്കുമ്പോൾ ബാപ്പ കരി പൊട്ടി പൊട്ടി പൊട്ടിക്കരി. അപ്പോഴേ നമുക്ക് ബാപ്പാനെ മനസ്സിലാവും. എന്തുകൊണ്ട്? സ്നേഹമാണ്. പിന്നെ എന്തിനാശയം? നന്നാകണം. അതുകൊണ്ടൊരു പ്രശ്നമില്ല. എൻ്റെ വാപ്പ മരിച്ചുപോയി, ഞങ്ങളോട് നിങ്ങൾ ശിഷ്യന്മാരെ പഠിപ്പിക്കാം. ഞങ്ങളെ എൻ്റെ വാപ്പ മരിച്ചുപോയി, എൻ്റെ ഒന്നും സംഭവിച്ചില്ല. എന്തുകൊണ്ട്? വാപ്പാക്കൊത്തൊരു മകനെ വാപ്പ സംവിധാനിച്ച പോയത്. അതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടായില്ല, ഒന്നുമില്ല. ഇന്ന് അങ്ങനെയല്ല. നമ്മളെ കുട്ടികളും അന്തം വിടും, ഒന്നും ഏറ്റെടുക്കാൻ അവർക്ക് കഴിയില്ല. നമ്മൾ ഇന്ന് ഏറ്റെടുക്കുന്നതിൻ്റെ പകുതി കാര്യം ഏറ്റെടുക്കാൻ കഴിയില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം ഗൾഫ് കൊണ്ടുവന്നത്. ഈ ഭൂലോകത്തൊരു കാര്യത്തെ ചവിട്ടണമെങ്കിൽ ഗൾഫിൽ ജീവിതത്തെ ചവിട്ടണം. അത്ര മനുഷ്യനെ നശിപ്പിച്ച ഒരു സാധനം. കാരണം 2 കൊല്ലം 3 കൊല്ലം കഴിഞ്ഞ് വരുന്ന വാപ്പ കുട്ടികളെയും പെണ്ണുങ്ങളെയും സുഖിപ്പിക്കുക ചെയ്തത്. അല്ലാതെ പറ്റൂല. ആണെങ്കിൽ അപ്പോൾ അവർക്ക് തോന്നുകയും ചെയ്യും, എന്ത് 2 കൊല്ലം കൂടുമ്പോഴാ വരിക, അപ്പോഴും മനുഷ്യനെ സുഖിരല്ല. അങ്ങനെ അത് രീതിയാണ്. അപ്പൊ ഈ ഗൾഫ് അത് കണ്ടിട്ടാ മറ്റേ കുട്ടികൾ പഠിക്കുന്നത്. ഒരു പൊതു സ്വഭാവമായി മാറി. കുട്ടികൾ ആക്ഷേപമില്ല. ആദം നബിയുടെ കാലം മുതൽ ഇവിടെ മനുഷ്യൻ പാർത്തിട്ടുണ്ട്. ഇവിടെ ഭൂമി ചവിട്ടിപ്പോയിട്ടുണ്ട്. ആര്? സയ്യിദുന ആദം. നിങ്ങൾ ഞാൻ സുന്നികളാണല്ലോ. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം. നിങ്ങളെ ഞാൻ എൻ്റെയൊക്കെ വിശ്വാസം എന്താ, പാറപ്പള്ളിയിൽ ആര് വന്നിട്ടുണ്ട്? അങ്ങനെ വിശ്വസിക്കാണോ? ഞാൻ ആ കാണുന്നത് ആദം നബിയുടെ ചവിട്ടടി ആയിരിക്കാം എന്നാണ് ഭൂരിപക്ഷം. അത്രയും നമുക്ക് താരീഖിൽ കിട്ടുള്ളൂ. അപ്പൊ ആദം നബി കടന്നുപോയ നാടല്ലേ ഇത്? അന്ന് മുതൽ ഈ 1970 വരെയും ഇവിടെ തിന്നാണ്ടല്ലോ. പിന്നെ 70 വന്നപ്പോ മാത്രം ഇങ്ങനെ തിന്നല്ലാതെ. മേലെണ്ണം കൊതി അനാവശ്യം. പെങ്ങൾക്ക് ഇവിടെ ഇരുന്നാൽ സൗകര്യങ്ങൾ മനുഷ്യൻ നാശമാക്കും. പെങ്ങൾ ഇവിടെ തറയിൽ നിന്നാണല്ലോ ക്ലാസ് വെക്കുന്നത് അല്ലേ? അടുത്ത ആഴ്ച നിങ്ങൾക്ക് ഒരു കസേരട്ടൊന്നും സങ്കല്പിക്കും. പിന്നെ 2 ആഴ്ച കഴിഞ്ഞ് കസേര പിൻവലിച്ചെന്ന് സങ്കല്പിക്കും. 2 ആഴ്ച ഒന്നും വേണ്ട, ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കസേര പിൻവലിച്ചു. ഒരു ദിവസം കഴിഞ്ഞപ്പോൾ കസേര പിൻവലിച്ചു. പിന്നെ നിങ്ങൾ എന്താ പറയാ? കസേര നല്ല ഇരുത്തി. ആദ്യം നിങ്ങൾ കസേര ഉണ്ടെങ്കിൽ നല്ല ഇരുത്തിയിരുന്നു എന്ന് പറയും. പിന്നെ നിങ്ങൾ എന്ത് പറയും? 2-3 ക്ലാസ് കഴിഞ്ഞാൽ പറയും, പെയ്യ ഉസ്താദേ, ഊരക്കൊന്നും പോയ മാതിരി പെയ്യ. നിങ്ങൾ ഇവിടെ 5-6 കൊല്ലം ഈ തറയിൽ നീ ക്ലാസ് കേട്ടവരാ. സൗകര്യം കിട്ടിയ പിന്നെ ഒന്നാവില്ല. ഇന്ന് നമ്മൾ ഗൾഫുകാര് പൊളിച്ചെന്നാക്കാൻ വേണ്ടി 25-35 കൊല്ലം കഴിഞ്ഞിട്ട് പൊളിക്കാൻ ഉദ്ദേശിക്കുന്ന പള്ളി ഉണ്ടല്ലോ,
ആ പള്ളിയുടെ 10% പോലും ഭംഗിയില്ലാത്തതായിരുന്നു പണ്ടത്തെ പള്ളികൾ. എന്നിട്ട് ആർക്കും ഒരു വിഷമം ഉണ്ടായില്ല. ഇന്ന് നമ്മൾ നന്നാക്കാൻ വേണ്ടി പൊളിക്കണ പള്ളി, ആ പൊളിക്കണ പള്ളിയിലെ 10% പോലും ഭംഗി ഉണ്ടായിരുന്നില്ല പഴയകാലത്തെ പള്ളിക്ക്. എന്നിട്ട് അവർക്ക് നിസ്കരിക്കാൻ ഒരു പ്രയാസമില്ല. ഇപ്പൊ എന്താ പറയാ, ചൊറുക്കില്ലാത്ത പള്ളിക്ക് മനുഷ്യന്മാർ കയറില്ല. എന്താ പറയാ, അതിന് മുന്നിൽ ഇപ്പൊ ഒരു പൂന്തോപ്പ്, എല്ലാ പള്ളിന്റെ മുന്നിലും പൂന്തോട്ടം വെച്ച് പിടിപ്പിക്കാണ്. ആളുകൾ കണ്ടാലെടുത്ത് കയറണം. ഇല്ലാത്ത പള്ളിക്കാരെന്താ പറയാ, ഒരു പൂന്തോട്ടം 4 ചെടിയെന്ന് തുടങ്ങി മനുഷ്യൻ കയറൂല. പള്ളികളുടെ കാര്യം പറഞ്ഞ് മനുഷ്യർ മേനിക്കൊഴിപ്പ് നടിക്കുന്നത് വരെ ലോകാവസാനം സംഭവിക്കും. ഞങ്ങളെ പള്ളിക്ക് അങ്ങനുണ്ട് ഇങ്ങനുണ്ട് അവിടെ എങ്ങനുണ്ട് മനസ്സിലായില്ല. പഴയ കാലത്തെ ഔലില്ല, ഔലേ ഉള്ളൂ. എന്തില്ല? ടാപ്പില്ല. പിന്നെ എന്ത് വന്നു? ടാപ്പ്. ടാപ്പ് വരുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചെങ്കിൽ ടാപ്പിന്റെ അവിടേക്ക് എന്ത് ചെയ്യണം? കാല് പൊന്തിച്ചു കൊടുക്കണം. ഇപ്പോ 4-5 കൊല്ലായിട്ട് അതും കഴിഞ്ഞു. എന്താ, കയ്യും മുഖവും കണ്ണും മൂക്കും ചെവി തടയലും അടക്കം ഒരു ടാപ്പിലാണ്, കാല് കഴുകണത് വേറെ ടൈപ്പിലാണ്. കാരണം കാലിനെ പൊന്തിക്കണം. ഇങ്ങനൊരു കാലം വരും. എന്തെങ്കിലും ഒരു കാരണവശാല് പിന്നെ ടാപ്പില്ലാതെ ആണെങ്കിൽ അവിടെ കാലിന് ടാപ്പില്ലെങ്കിൽ ആ കമ്മിറ്റിക്ക് ആക്ഷേപിച്ചിട്ടാണ് നമ്മൾ യാത്രയിൽ കാലുമൊക്കെ ഒരു ടാപ്പില്ലാത്ത ഉള്ളിൻ്റെ അവിടെ നിന്നാണ് ഉള്ളിടത്താണ് നമ്മൾ കയറി പോകണമെങ്കിൽ അപ്പോൾ ആ കമ്മിറ്റിനെ നാട്ടുകാർ ആക്ഷേപിച്ചുകൊണ്ടാ പോവുക. നാട്ടുകാർ ഇന്നത്തെ കാലത്തുണ്ടോ അങ്ങനെയൊക്കെ മനസ്സിൽ ടേപ്പാണ് കാലിൻ്റെ അടുത്ത് വെച്ചാൽ പോയി. ഇന്നിങ്ങനെ ആക്കാനാവൂല, ഇനി തിരിച്ചു മടങ്ങൂല. മനുഷ്യനെ നശിപ്പിച്ച സൗകര്യങ്ങൾ മലബാറിൽ കൊണ്ടുവന്നത് ഗൾഫ് പോലെ ഒരു തിന്മ ഈ ലോകത്ത്, ഈ ഭൂമിയിൽ മനുഷ്യൻ ഭരിച്ചിട്ടില്ല. മലയാളക്കരയിലെ ഏറ്റവും വലിയ തിന്മ ഗൾഫാണ്. സംഘടനകൾ പലതായി, പള്ളികൾ പലതായി. പണ്ട് അഭിപ്രായപ്പെടുന്നത് പള്ളി ഉണ്ടാക്കൂല, കാരണം പള്ളി ഉണ്ടാക്കാൻ മനുഷ്യന്റെ കയ്യിൽ പൈസ. ഇന്നും ഒരു വർത്താനം ഏറെ പറഞ്ഞ മകന് വിളിച്ചറിഞ്ഞു വാപ്പ, പിന്നെ നമ്മളെ പ്രസിഡന്റിന് ഒരു മുമ്പ് ഏറിയിരിക്കണം, എവിടെ ആരെന്ന് ചോദിച്ചോക്കെ നമുക്കൊരു പള്ളി ഉണ്ടാക്കാൻ. അപ്പൊ വാപ്പ 2-ാം ദിവസം മകന് വാപ്പ പറഞ്ഞല്ലേ അവിടെ കൂടി വിളിച്ചതാ, എൻ്റെ കഫീൽ എൻ്റെ ചങ്ങായിൻ്റെ ഒരു കഫീലുണ്ട്, മൂപ്പര് പള്ളി ആറ്റി കൊടുക്കണം. മൂപ്പര് എത്ര പൈസ വേണ്ട? 25-50 ലക്ഷം. ഇതാ മേശൻ്റെ അടിയിൽ കൂടി വിടുന്നു. അപ്പത്തിന് പിറ്റേന്ന് വക്കാണം കൂടി പള്ളിക്ക്. ആരാണിട അങ്ങനെ ഇങ്ങനെ ഒരു കത്ത് നടത്തി ഒരു നാട്ടിലൊരു ഫോം. അപ്പൊ അതിലൊരു ഫോമിലുണ്ട് എന്ത്, നിങ്ങളുടെ കുടുംബം ഈ മാലിൽ എത്തിയിട്ട് എത്രയായി. അപ്പൊ പഴയ കാലത്തെ ഒരു പള്ളി പ്രസിഡന്റിന്റെ അവിടേക്ക് എന്നെ കത്തെത്തി. ഫോം കൊടുത്തയച്ചപ്പോ ആ പെരക്കാരല്ലേ എഴുതി കൊടുത്തയച്ചു, ഇപ്പത്തെ പ്രസിഡന്റിന്റെ വല്യാപ്പ ഈ മാലിൽ വരുന്നതിന്റെ 50 കൊല്ലം മുമ്പ് എഴുതിയതാണ്. അതാണ് എഴുതിയത്. നിങ്ങൾ ഈ മാലിൽ സ്ഥിരതാമസമാക്കിയിട്ട് എത്ര വർഷമായി? അവിടെ എത്തിയപ്പോ പഴയ മാലിന്റെ കുടുംബം എഴുതി കൊടുത്തത്. ഇപ്പോഴത്തെ പ്രസിഡന്റിന്റെ വല്യാപ്പ ഈ മാലിൽ എത്തുന്നതിന്റെ 50 കൊല്ലം മുമ്പ് ഞങ്ങൾ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ മനുഷ്യന്മാരുടെ തല്ലും കൂടി ഉണ്ടാവുമല്ലോ. അപ്പൊ പള്ളി അയച്ചാൽ പ്രശ്നമൊന്നുമില്ലല്ലോ. പണ്ട് അങ്ങനെയല്ല, പണ്ട് പ്രശ്നം ഉണ്ട്, ഏത് കാലത്തുണ്ട്. അപ്പൊ നമ്മൾ 1.5 മണിക്കൂർ കഴിഞ്ഞാൽ ഇവിടുന്ന് എണീറ്റ് വന്നാണ് ആ പ്രശ്നമില്ലെങ്കിൽ ഇല്ലാത്ത. അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ പുറത്തിരിക്കുകയാണെങ്കിൽ പ്രശ്നം ഉണ്ടാവും. അതാണ് ക്ലാസ് 1.5 മണിക്കൂർ, അത് കഴിഞ്ഞാൽ പോണം. പ്രശ്നം ഉണ്ടാവും. മനുഷ്യന്റെ സ്വഭാവം അങ്ങനെയാ, പ്രശ്നം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. എന്നും രാവിലെ 1.5 മണിക്കൂർ കാണുന്ന ഉസ്താദിനെ നിങ്ങൾക്ക് സന്തോഷമേ തോന്നുള്ളൂ. അങ്ങോട്ട് അയാള് എനിക്കൊരു ഡ്രൈവർ പണി കിട്ടിയാൽ മതിയായിരുന്നു, ശമ്പളം കിട്ടണ്ട. എനിക്ക് ഇന്നാലിന്ന നേതാവിൻ്റെ ഒപ്പം ഒരു ഡ്രൈവർ പണി കിട്ടിയാൽ മതിയായിരുന്നു, ശമ്പളം ഇല്ലെങ്കിലും പാടില്ല എന്ന് പറഞ്ഞ ആൾക്ക് ഡ്രൈവർ പണി കിട്ടി. പിന്നെ പിറ്റത്തെ കൊല്ലം കൊണ്ട് ഓൻ വേറൊരു വണ്ടിയിൽ. എന്താന്ന് ചോദിച്ചു, അത് ശരിയാവില്ല ഉസ്താദ്, സൈക്കൂലോ എന്ത് അങ്ങനെയാണടാ. നല്ലവരൊക്കെ കാണാനേ പറ്റുള്ളൂ, കൂടാൻ പറ്റും.
നല്ലവരെപ്പോഴും കണ്ടുവരിക, കൂടെ കായപ്പത്തങ്ങ പാർക്കരുത്. കായപ്പത്തമ്മ പാർത്താൽ നിങ്ങൾക്ക് ബഹുമാനം ഉണ്ടാവില്ല. കായപ്പയിൽ നിന്ന് പോയി വരും, ഉംറ കഴിഞ്ഞ ബസ് കയറി പോരും, അവിടെ തന്നെ പാർത്താൽ. ഈ കൊല്ലത്തെ ഹജ്ജ് കഴിഞ്ഞാൽ ഹജ്ജിന് വരുമ്പോൾ എനിക്ക് വല്ലാത്ത ആഗ്രഹങ്ങളും പൊട്ടിക്കരഞ്ഞ് വേദനയോടുകൂടെ കഴിഞ്ഞ് ഹജ്ജ് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഒരു കൊല്ലം കൂടെ നിൽക്കാം, അടുത്ത ഹജ്ജും കഴിഞ്ഞ് പോകാം. അടുത്ത ഹജ്ജ് ചെയ്യാതെക്കാനില്ല, കാരണം ഹജ്ജിന് ഒരു ബഹുമാനം. ഇതൊക്കെ മനുഷ്യശാസ്ത്രം. മനസ്സിലായില്ലേ? എന്ത് പറയാനത് വന്നതെന്ന് എനിക്കറിയില്ല. ഒരു കാര്യം പറഞ്ഞു വന്നതാ. ഇതൊക്കെ മനുഷ്യന്റെ ശാസ്ത്രങ്ങളാണ്. ഗൾഫ് പറഞ്ഞപ്പോൾ അത് പറഞ്ഞത് എൻ്റെ ഓർമ്മ. സൗകര്യങ്ങൾ മനുഷ്യനാശാക്കും, സൗകര്യങ്ങൾ മനുഷ്യൻ നശിപ്പിക്കും. അള്ളാഹു സൗകര്യങ്ങൾ പാടില്ല, മനുഷ്യൻ നശിപ്പിക്കും. അള്ളാഹു തല നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നിങ്ങൾക്ക് ദാരിദ്ര്യം വരുന്നത് എനിക്ക് പേടിയില്ല. ദുനിയാവിലെ സൗകര്യങ്ങൾ തുറന്നു കിട്ടുന്നതിന് മാത്രമാണ് ഞാൻ പേടിക്കുന്നത്. മുഹമ്മദ് മുസ്തഫ. ദുനിയാവ് എന്ത് നന്മയും ദാരിദ്ര്യത്തിനുണ്ട്. ലോകത്തെ നന്മകൾ മുഴുവൻ ദാരിദ്ര്യത്തിന്.